ഇന്നത്തെ റെസിപ്പി പരിപ്പും തക്കാളിയും മുരിങ്ങക്കായും ചേർത്ത ഒരു നാടൻ കറിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ കറി. അതിനുവേണ്ടി 1/2 കപ്പ് പരിപ്പെടുത്ത് നന്നായി കഴുകിയെടുക്കണം. ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. 2 വിസിൽ മതി ഈ പരിപ്പ് വേവാൻ. ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി അത് വെന്ത് വരുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അതിനുശേഷം മുരിങ്ങക്കായ പകുതി വേവാകുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളിയും മുരിങ്ങക്കായും ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ തക്കാളി വെന്തുടയും. അത് കാരണം മുരിങ്ങക്കായ പകുതി വേവാകുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മുരിങ്ങക്കായ ഇതുപോലെ വേവണം. മുരിങ്ങക്കായും തക്കാളിയും വെന്തതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടി കലക്കി അതുകൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് 3 തിള വന്നതിന് ശേഷം കടുക് പൊട്ടിക്കണം. ഇതുപോലെ ഒരു ചട്ടിയെടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും മുളകും ചേർത്ത് കൊടുക്കാം. ഈ താളിക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് തക്കാളി മുരിങ്ങക്കായ കറി. നിങ്ങളുടെ നാട്ടിൽ എന്താ വില മുരിങ്ങക്കായ്ക്ക്? ഇവിടെ 1 കിലോ മുരിങ്ങക്കായ്ക്ക് 100 രൂപയാണ് കേട്ടോ.